ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ പാണക്കാട്ടെ മുനവറിലെ തങ്ങളുടെ മകൾ മുജാഹിദായി അല്ലെങ്കിൽ മുജാഹിദ് പറയുന്ന കാര്യങ്ങൾ അവർ പറയുന്നു. സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്ന കാര്യത്തിൽ അവർ നിലപാടെടുക്കുന്നു എന്നതിനെക്കുറിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. സത്യത്തിൽ അവരെന്താണ് പറഞ്ഞത്, അല്ലെങ്കിൽ അവർ മുജാഹിദായോ? ഈ വീഡിയോ ഒന്ന് കണ്ടുവരാം. നിൽക്കുന്നു. എനിക്ക് പറയാൻ മാഡത്തിന് ചോദിക്കുകയാണ്, മാഡത്തിന് പറഞ്ഞ കൾച്ചർ റിലീജിയൻ്റെ മേലെ വരുന്നു, ഖുർആൻ്റെ മേലെ കൾച്ചർ വരുന്നു. ഇപ്പോൾ മക്കയിൽ ആ കഴബാലയത്തിൽ സ്ത്രീകൾക്ക് പോകാം, അവിടെ തൊടാം. കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ പോകുന്നു, തൊടുന്നു, ആ കഴബാലയം തൊടുന്നു, അതിനെ പ്രദക്ഷിണം വയ്ക്കുന്നു. ലോക മുസ്ലിങ്ങൾ തിരിഞ്ഞിരുന്ന ആരാധനാലയമാണത്. അങ്ങനെ കണ്ടിട്ടും പോയി കണ്ടിട്ടും അനുഭവിച്ചിട്ടും നേരെ ചൊവ്വെ കണ്ടിട്ടും ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടുത്തെ പള്ളികളിൽ പ്രവേശനം വേണ്ട രീതി സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ മറിയം ബീവി, ഈസാ നബിയുടെ അമ്മ, അവരാണ് മുസ്ലിം ലോക മനുഷ്യർക്ക് മുഴുവൻ മോഡലായിട്ട് ഖുർആൻ ചിത്രീകരിക്കുന്നത്. അവർ പള്ളിയിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ്, പള്ളിയിൽ ജീവിച്ചിരുന്നു, പള്ളിയിൽ വെച്ച് ദൈവം നേരിട്ട് ഭക്ഷണം കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നു. പള്ളിയിൽ ജീവിക്കുന്നു. എന്നിട്ടും ഇത് കണ്ടിട്ടും വായിച്ചിട്ടും കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം മറ്റു മതക്കാരെ അതിനൊക്കെ അപ്പുറത്ത് സാധിക്കേണ്ടത് 1400 വർഷമായിട്ട് സ്ത്രീകൾ പോകുന്നു, സാധിക്കാത്തത് എന്ത് കൊണ്ടായിരിക്കും എന്ന് മാഡത്തിന് മറുപടി പറയാമോ? ഈ ചോദ്യം കുറച്ച് ഇതാണ്, എനിക്കറിയാം. അത്രയ്ക്കൊക്കെ ചിന്തിക്കാനുള്ളൊരു ഇതായിട്ടില്ലല്ലോ. ആക്ച്വലി ഇറ്റ്സ് കൾച്ചറലായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണത്. അപ്പം ഇറ്റ്സ് നെവർ സെഡ് ദാറ്റ് വുമൺ കാൺട്ട് എൻറ്റർ മസ്ജിദ്. പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല, അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പം ദാറ്റ് ഷുഡ് ബി ചേഞ്ച്. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് വുമൺ റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ചേഞ്ച് സൂൺ. അപ്പോൾ അവർ പറഞ്ഞത് കേട്ടല്ലോ, അവരുടെ ആശയം പറയുകയാണ് ചെയ്തത്, അല്ലാതെ അവർ മുജാഹിദായിട്ടോ ഒന്നുമല്ല. ഈ വിഷയത്തിൽ നമ്മൾ ഈ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാൻ ഈ സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ എവിടെയോ ആ ഒരു വിലക്കില്ല എന്ന് പല ഉസ്താദുമാരും വീഡിയോ ചെയ്തിട്ടുണ്ട്. അവരോട് കൽപ്പിച്ചത് നിങ്ങൾക്ക് വീടിൻ്റെ ഉള്ളിൽ ഇബാദത്ത് ചെയ്യലാണ് ഉത്തമം, ആ പ്രതിഫലം നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് സ്ത്രീകളെ അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരുടെ ആശയം അവർ പറഞ്ഞു എന്ന് മാത്രമല്ല. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.